സമൂഹത്തിൽ ലഹരി ഉപയോഗവും വയലൻസും വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ വേണ്ട ലഹരിയും ഹിംസയും ലഹരിക്കെതിരെ ജനകീയ കവചം ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്ന് ഡിവൈഎഫ്ഐ ജില്ലാ ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സമൂഹത്തിൽ ലഹരി ഉപയോഗവും വയലൻസും വർദ്ധിച്ചുവരികയാണ്. സിന്തറ്റിക് രാസലഹരി എല്ലാ അതിർത്തികളും കടന്ന് നമ്മുടെ നാട്ടിലേക്കും എത്തിയിരിക്കുന്നു. വയലൻസ് സെലിബ്രേറ്റ് ചെയ്യേണ്ടതാണെന്ന പൊതുബോധം യുവജനങ്ങൾക്കിടയിൽ സൃഷ്ടിക്കപ്പെടുന്നു. അതിന്റെ ഫലമായി യാതൊരു സങ്കോചവുമില്ലാതെ സ്വന്തം അമ്മയെയും സഹോദരങ്ങളുടെയും തലയറുത്ത സംഭവങ്ങളും കൊലപാതകങ്ങളും ഉണ്ടാകുന്നു. ഇത്തരം സംഭവങ്ങൾക്കെതിരെയും ഇത്തരക്കാരെ സൃഷ്ടിക്കുന്ന അന്തരീക്ഷം ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഡിവൈഎഫ്ഐ സമരവും ക്യാമ്പയിനുകളും സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ജാഗ്രതാ പരേഡുകൾ, വീട്ടുമുറ്റ സദസ്സുകൾ, ജാഗ്രതാ സമിതി രൂപീകരണം, ബോധവൽക്കരണ ക്യാമ്പയിൻ, ഗൃഹസന്ദർശനം, ഫ്ലാഷ് മോബ്, തെരുവ് നാടകം, കലാകായിക മത്സരങ്ങൾ എന്നിങ്ങനെയുള്ള വ്യത്യസ്തമായ പരിപാടികൾ മയക്കുമരുന്നിനും ലഹരിക്കും ഹിംസയ്ക്കുമെതിരായ ജനകീയ ക്യാമ്പയിനിന്റെ ഭാഗമായി സംഘടിപ്പിക്കും. ഇതിന്റെ ഭാഗമായി എല്ലാ വിഭാഗം ജനങ്ങളെയും അണിനിരത്തി ജില്ലയിൽ 190 മേഖലകളിൽ ജാഗ്രതാ പരേഡുകൾ സംഘടിപ്പിക്കും. യൂണിറ്റ് തലത്തിൽ 2000 വീട്ടുമുറ്റ സദസ്സുകൾ സംഘടിപ്പിക്കുകയും ജാഗ്രതാ സമിതികൾ രൂപീകരിക്കുകയും ചെയ്യും. ലഹരിയുടെ ലഭ്യത എങ്ങനെ, ഉപഭോക്താക്കൾ ആര് എന്നിവ കണ്ടെത്തി പോലീസ്, എക്സൈസ് അധികാരികൾക്ക് വിവരങ്ങൾ കൈമാറുക, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരൽ എന്നീ ഉത്തരവാദിത്വം കൂടി ഇത്തരം ജാഗ്രതാ സമിതികൾക്ക് ഉണ്ടാകും. ലഹരിയാവാം കളിയിടങ്ങളോട് എന്ന മുദ്രാവാക്യമുയർത്തി ഫുട്ബോൾ, ക്രിക്കറ്റ്, വോളിബോൾ തുടങ്ങിയ മത്സരങ്ങളും സംഘടിപ്പിക്കുമെന്ന് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി കെ ശ്യാം പ്രസാദ്, പ്രസിഡന്റ് പി ബഷീർ, ജില്ലാ കമ്മിറ്റി അംഗം എസ് ഹരികൃഷ്ണപാൽ, മലപ്പുറം ബ്ലോക്ക് പ്രസിഡന്റ് എം രജീഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ.